നമസ്കാരം. രക്ഷാപ്രവർത്തനത്തിൽ ജീവൻ നഷ്ടമായ ആർ രാജേഷ് എന്ന ശുദ്ധാത്മാവിന്റെ ധീരതയ്ക്ക് മുന്നിൽ അത്യാദരവോടെ ശിരസ് നമിച്ച് ഹൈക്കോടതി. അദ്ദേഹത്തിന്റെ വേർപാടിൽ ആഴത്തിലുള്ള ദുഃഖത്തിലും കണ്ണീരിലുമാണ് കുടുംബത്തോടൊപ്പം പ്രാർത്ഥനയോടെ ഈ കോടതിയും നിൽക്കുന്നു. കണ്ണൂർ ചെറുപുഴ മീൻതുള്ളിപ്പുഴയിൽ രക്ഷാപ്രവർത്തനത്തിനിടെ ജീവൻ വെടിഞ്ഞ തിരുവനന്തപുരം സ്വദേശിയും നീന്തൽ പരിശീലകനുമായ ആർ രാജേഷിന്റെ സമാനതകളില്ലാത്ത ത്യാഗത്തെ അനുസ്മരിക്കുകയായിരുന്നു ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ. ഹൈക്കോടതി ഉത്തരവിലാണ് അദ്ദേഹം ഇങ്ങനെ കുറിച്ചത്. മഴക്കാലത്ത് കൊച്ചി നഗരത്തിലെ വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കവെയാണ് അമിക്കസ് ക്യൂറിമാർ കണ്ണൂരിലുണ്ടായ ഈ ദാരുണ സംഭവത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ദുരന്തങ്ങൾ സംസ്ഥാനത്തൊട്ടാകെ പെയ്യുമ്പോൾ സാധാരണ മനുഷ്യർ ശുദ്ധമായ വീരത്വത്തിന്റെ മാതൃകകളായി മാറാറുണ്ട് എന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. ആർ രാജേഷ് അത്തരത്തിൽ നാടിന്റെ അഭിമാനമായ ഒരു യഥാർത്ഥ നായകനാണ് എന്ന് കോടതി വ്യക്തമാക്കി. കണ്ണൂർ മീൻതുള്ളി ദ്വീപിന് സമീപം കഴിഞ്ഞ ഞായറാഴ്ച രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടയിലാണ് രാജേഷ് അപകടത്തിൽപ്പെട്ടത്. ഒഴുക്കിൽപ്പെട്ട മറ്റൊരു വ്യക്തിയുടെ ജീവൻ ഉറപ്പാക്കാൻ താൻ ധരിച്ചിരുന്ന ലൈഫ് ജാക്കറ്റ് അഴിച്ചു നൽകിയ ശേഷം നീന്തിക്കയറിയ രാജേഷ് ശക്തമായ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. മറ്റുള്ളവരോടുള്ള സ്നേഹത്താൽ സ്വന്തം ജീവൻ തന്നെ ത്യാഗം ചെയ്യുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന നിസ്വാർത്ഥമായ സ്നേഹത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് രാജേഷിന്റെ ജീവിതമെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഉത്തരവിൽ ഓർമ്മിപ്പിച്ചു. രാജേഷിന്റെ വിയോഗത്തോടുകൂടി അദ്ദേഹത്തിന്റെ കുടുംബം ആഴത്തിലുള്ള ദുഃഖത്തിലേക്കും നിരാശയിലേക്കുമാണ് വീണത്. വാർത്താ മാധ്യമങ്ങളിലൂടെ ഈ വിവരങ്ങൾ അറിഞ്ഞതായി കോടതി ചൂണ്ടിക്കാട്ടി. രാജേഷിന്റെ കുടുംബത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ വാക്കുകൾ നിശ്ചലമാകുകയാണ് എന്നും അദ്ദേഹത്തിന്റെ ത്യാഗം സമാനതകളില്ലാത്ത പരമോന്നതമായ ഒന്നാണ് എന്നും കോടതി അഭിപ്രായപ്പെട്ടു. പൊതുസമൂഹത്തിന്റെ അഗാധമായ ദുഃഖവും കണ്ണീരും പ്രതിഫലിപ്പിക്കുന്ന രീതിയിൽ സംസ്ഥാന സർക്കാർ ഉചിതമായി പ്രതികരിക്കണമെന്നും രാജേഷിന്റെ കുടുംബത്തിന് ആവശ്യമായ പിന്തുണ നൽകണമെന്നും കോടതി ഉത്തരവിലൂടെ ആവശ്യപ്പെട്ടു. നാടിനായി ജീവൻ നൽകിയ ആ ശുദ്ധാത്മാവിനോടുള്ള ആദരവ് സർക്കാരിന്റെ നടപടികളിൽ ഉണ്ടാകണമെന്നും കോടതി ആവശ്യപ്പെട്ടു. തുടർന്ന് കൊച്ചി നഗരത്തിലെ വെള്ളക്കെട്ട് തടയുന്നതിനുള്ള കാര്യങ്ങളിലേക്ക് കടന്ന ഹൈക്കോടതി ചെറിയ പോരാട്ടങ്ങൾ ജയിച്ചേക്കാമെങ്കിലും യഥാർത്ഥ യുദ്ധം മുന്നിലാണ് എന്നും മുന്നറിയിപ്പ് നൽകി. മഴ പെയ്തിട്ടും പ്രളയ സാഹചര്യങ്ങൾ നഗരത്തിൽ കുറഞ്ഞതിൽ സംതൃപ്തി ഉണ്ട് എങ്കിലും ജാഗ്രത അല്പം പോലും കുറയ്ക്കരുത് എന്നും കളക്ടറുടെ നേതൃത്വത്തിലുള്ള ഉന്നതാധികാര സമിതി നിരന്തരം പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. നഗരത്തിലെ കനാലുകളും ഓടകളും വൃത്തിയാക്കുന്ന പ്രവർത്തനങ്ങൾ തടസ്സമില്ലാതെ തുടരണമെന്ന് നിർദ്ദേശിച്ച കോടതി കടൽ നിരപ്പിന് തൊട്ടടുത്ത് കിടക്കുന്ന നഗരത്തെ സംരക്ഷിക്കാൻ എല്ലാ ഉദ്യോഗസ്ഥരും ജനങ്ങൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്ന ബോധ്യത്തോടുകൂടി മുന്നോട്ടു പോകണം എന്നും ഓർമ്മിപ്പിച്ചു. കനാലുകൾ വൃത്തിയാക്കാൻ മുന്നിട്ടിറങ്ങിയ കോർപ്പറേഷനിലെ ശുചീകരണ തൊഴിലാളികളുടെയും അമിക്കസ് ക്യൂറിമാരുടെയും സേവനങ്ങളെ കോടതി പ്രത്യേകം അഭിനന്ദിക്കുകയും ചെയ്തു. തുടർന്ന് മൈനർ ഇറിഗേഷൻ വകുപ്പും റെയിൽവേയും സ്വീകരിച്ച നടപടികൾ സംബന്ധിച്ച് ഓഗസ്റ്റ് 13 മുൻപായി വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കളക്ടറുടെ സമിതിയോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടു. കേസ് ഓഗസ്റ്റ് 13 മാറ്റിവെച്ചുകൊണ്ടാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഉത്തരവ് അവസാനിപ്പിച്ചത്. അതേസമയം ഹൈക്കോടതി പോലും അത്യാദരവോടെ സ്മരിച്ച രക്ഷാപ്രവർത്തകൻ രാജേഷിന്റെ ഭൗതിക ശരീരത്തോട് റവന്യൂ മെഡിക്കൽ കോളേജ് അധികൃതർ കാട്ടിയ അനാദരവും അനാസ്ഥയും വൻ പ്രതിഷേധത്തിനാണ് വഴിവെച്ചത്. ഫ്രീസറില്ലാത്ത സാധാരണ ആംബുലൻസിൽ മൃതദേഹം അയച്ചതിനെ തുടർന്ന് വഴിമധ്യേ ദുർഗന്ധം വമിക്കുകയും തൃശൂർ ചാവക്കാട് വെച്ച് മറ്റൊരു ഫ്രീസർ ആംബുലൻസിലേക്ക് ഭൗതിക ശരീരം മാറ്റേണ്ടി വരികയും ചെയ്ത ദാരുണമായ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. സംഭവത്തിൽ തങ്ങൾക്ക് വീഴ്ച സംഭവിച്ചതായി കണ്ണൂർ ജില്ലാ കളക്ടർ പി വിഷ്ണുരാജ് പരസ്യമായി സമ്മതിച്ചിട്ടുമുണ്ട്. എഡിഎമ്മിന്റെ അന്വേഷണ റിപ്പോർട്ട് ലഭിച്ചാൽ ഉടൻ തന്നെ നടപടിയുണ്ടാകുമെന്ന് കളക്ടർ അറിയിച്ചുവെങ്കിലും വെറുമൊരു കാരണം കാണിക്കൽ നോട്ടീസിൽ നടപടി ഒതുക്കരുത് എന്നും അനാസ്ഥ കാട്ടിയ കുറ്റക്കാരായ ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് ഉടനടി ഡിസ്മിസ് ചെയ്യണമെന്നുമാണ് പൊതുസമൂഹത്തിന്റെ ശക്തമായ ആവശ്യം.